എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇപ്പോൾ 6 മണിയായി. അപ്പം എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര വിശപ്പെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് എന്തു വെക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു എഗ്ഗ് ഇരിപ്പുണ്ടായിരുന്നു, ബസ്മതി ചാവലും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ ബിരിയാണി പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി അരിഞ്ഞ് അതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് പരട്ടിയിട്ട് നമ്മളൊന്ന് വറക്കാങ്കി ഉണ്ടല്ലോ, പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നതാണ്, നീ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, പെട്ടെന്ന് മൂക്കുമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ഉള്ളി അരിയുമ്പോൾ നമ്മൾ ഉടനെ ഉപ്പൊക്കെ ഇടും, അല്ലാതെ വഴറ്റുമ്പോഴൊക്കെ. ഇതിന് ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് വരണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഇട്ട് നമ്മളൊന്ന് മൂപ്പിക്കാൻ ഉണ്ടല്ലോ, പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് മൂത്ത് കിട്ടും. അത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും ഞാൻ പകർന്നു തരുന്നത്. അപ്പം മിക്കവർക്കും ഇത് അറിയാം, എങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു എഗ്ഗ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആരുടെയും കണ്ടുപോയതായാലും ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ എനിക്കൊരു കൈയളവും ഇതുമൊക്കെ ഉണ്ട്, ഏത് കാര്യം ഉണ്ടാക്കാനൊരു ഇതുണ്ട്. അത് എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എല്ലാം കൃത്യത്തിന് അളന്ന് പിടിച്ചൊന്നുമല്ല ചെയ്യുന്നത്. അപ്പം കണ്ടില്ലേ, ഉള്ളി നല്ലപോലെ മൂത്ത് കണ്ടില്ലേ, ഉള്ളി നല്ലപോലെ മൂത്ത് കിട്ടി. അത് കഴിഞ്ഞ് നോക്കിയപ്പം കിസ്മിസും ഒന്നുമില്ല, കുറച്ച് ക്യാഷിനായിട്ട് അവിടെ ഇവിടെയും കിടപ്പുണ്ടായിരുന്നു. അന്ന് പിന്നെ എല്ലാം കൂടെ ഒരു കുറച്ചേ ഉള്ളായിരുന്നു. എന്നാൽ അതും കൂടെ ഇടുമ്പോൾ ഒരു ടേസ്റ്റും ആകുമല്ലോ, കിസ്മിസും കൂടെ വേണം. ഇത് പെട്ടെന്നൊക്കെ ഓരോന്നും ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, ചില സമയത്ത് ഒരു സാധനവും കാണത്തില്ല. അന്നേരം ഞാൻ ഉള്ളതും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അത് ക്യാഷിനിട്ട് മൂപ്പിച്ച് കണ്ടില്ലേ, ഉള്ളിയുടെ കളർ കണ്ടില്ലേ, അതുപോലെ കശുവണ്ടി മൂപ്പിച്ച് നമ്മൾ എടുക്കും. പിന്നെ ഞാൻ അതിന് ഇപ്പോൾ എഗ് റൈസിന് ഞാൻ 3 ഗ്ലാസ് റൈസ് എടുത്ത് ഞാനൊരു 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം തുടങ്ങിയപ്പോഴേ ഞാനതങ്ങ് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് കുതിർന്നുകൊണ്ടിരിക്കുക. അപ്പം അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ 3 ഉള്ളി, സാധാരണ ചെറിയ വലിയ വലിപ്പമില്ല, ഇടത്തരം ഉള്ളി 3 എണ്ണം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എഗ്ഗ് ബിരിയാണിക്ക് ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട, ചിക്കൻ അല്ലല്ലോ. അപ്പം അത് ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ഇനി ഇടേണ്ടത് കറുവാപ്പട്ട, തക്കോലം, പിന്നെ ഏലക്ക ഒന്ന് ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനകത്ത് 2 കുരുമുളക്, 2 ഗ്രാമ്പൂ എല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ തേജ്പത്ത എന്ന് പറഞ്ഞ ഒരു ഇലയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, അജുവാണോ? അപ്പം അതിട്ടൊന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ച അത് നമ്മൾ ഒന്ന് മസാല മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവറാണ്. മൂക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മണമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി 3 എണ്ണം അരിഞ്ഞിട്ട് അത് നല്ലപോലെ വഴറ്റണം. നല്ലപോലെ വഴറ്റി ഒരു പകുതി വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കൂടെ ഞാൻ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയുണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. പിന്നെ മസാലകളാണ് ഇടേണ്ടത്. അപ്പോൾ ഈ 2 കഷ്ണം വലിയ ഉള്ളി അതിനകത്ത് അരിഞ്ഞ് കിടക്കാതെ, അപ്പോൾ അതൊന്ന് കാണുമ്പോൾ എനിക്കത് മാറ്റിയേ പറ്റുള്ളൂ. അത് വീണ്ടും ഞാൻ അരിഞ്ഞ് അതിനകത്തോട്ട് ഇടും. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി നമുക്ക് അതെടുക്കാം. അപ്പോൾ ആ ഉള്ളി ഒന്ന് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടേക്കുക. ഈ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ടെൻഷനല്ലേ ഓരോന്നും. ഒന്നാമത് ചൂട്, ഭയങ്കര ചൂട്, അടുക്കള നിൽക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാണ് ഇപ്പോഴത്തെ. അപ്പോൾ അത് ഞാൻ അതിനകത്തിട്ട് ഒന്ന് നല്ലപോലെ പകുതി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി, 2 തക്കാളി, ഒരുപാട് തക്കാളി ഇട്ടാലും ഞാൻ 2 തക്കാളി ഇടത്തുള്ളൂ.
ആ തക്കാളി ഇട്ടിട്ടുണ്ട്, ഇടാൻ പോവാണ്. ഇട്ടിട്ടില്ല, ഇടാൻ പോവാണ്. അത് അരിഞ്ഞ് വെച്ച് ഇതൊന്ന് മൂത്തിട്ട് നല്ലപോലെ വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഇതിടത്തുള്ളൂ. അപ്പോൾ ആ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം, പഴുത്ത തക്കാളി വേണേ. അത് അല്ലെങ്കിൽ പച്ചയാകുമ്പം ഒരു ഇതല്ലേ, പച്ച ഇട്ട് കഴിഞ്ഞാൽ ഒരു കാണാനും ഒരു ഭംഗിയില്ല. പഴുത്തതാകുമ്പോൾ നല്ല ഇതാണ്. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത്തിരി മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റണം. അതിനിടയ്ക്ക് ചൂടൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മസാലകൾ ഇനി വീണ്ടും ഇടണം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ 7 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പുഴുങ്ങി വെച്ചു. അപ്പം നമ്മൾ ആ മസാല ഒന്ന് മാറ്റി, ആ ഉള്ളിയും ഈ തക്കാളിയൊക്കെ അരിഞ്ഞത് മാറ്റി അങ്ങോട്ട് സൈഡ് വെച്ചിട്ട് ഈ മുട്ട പുഴുങ്ങിയത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വഴറ്റാങ്ക ഉണ്ടല്ലോ, നമ്മൾ ഈ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളയും ഇതായിട്ട് മഞ്ഞ വേറെ ആയിട്ടും ഒക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അതിൻ്റെ പുറം ഒന്ന് മൂപ്പിച്ചാലുണ്ടല്ലോ നല്ലതാണ്. മൂപ്പിച്ചാൽ നല്ലതാണ്. ഇവിടെ ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ട്, കരിവേപ്പിലയാണെങ്കിൽ ഇഷ്ടം പോലെ എനിക്കുണ്ട്. ഒരു വീട്ടിൽ പോയപ്പോൾ ഞാനുള്ള മരത്തോടെയാണ് കരിവേപ്പില പറിച്ചുകൊണ്ട് വന്നത്. ഇവിടെയാണ് എനിക്ക് കരിവേപ്പിലയൊന്നുമില്ല. ഒരു കരിവേപ്പില നട്ടിട്ടുണ്ട്, പക്ഷെ അതിനെന്തുവാ എല്ലാവർക്കും വല്ല വളത്തിനെ കുറിച്ച് അറിയാം. എൻ്റെ കരിവേപ്പില ശരിയാവുന്നേ ഇല്ല. അപ്പോൾ അത് നല്ലപോലെ വഴറ്റി കഴിഞ്ഞ് നമ്മൾ ഇനിയാണ് മസാലകൾ ഇടുന്നത്. നല്ലപോലെ ചുമന്ന് കണ്ടില്ലേ, ഉള്ളിയെല്ലാം ഒന്ന് നല്ലപോലെ മുട്ടയും ഒരു പുറമൊക്കെ ഒന്ന് ഇതായി പുറമൊന്ന് ഇതായി കണ്ടില്ലേ. അല്ല, ഇനിയാണ് നമ്മൾ മസാലകൾ ഇടുന്നത്. മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി കുറച്ച്, നല്ല 2 സ്പൂൺ മുളക് പൊടി, 7 മുട്ടയും 3 ഗ്ലാസ് ആയിരിക്കുമല്ലേ. അപ്പോൾ നല്ലപോലെ ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി ഞാൻ ആദ്യം ഒന്ന് ഇടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. ഞാനൊരു ഇതിന് വേണ്ടി ലാസ്റ്റ് നമ്മൾ ഗരം മസാലയാണ് ഇതിനിടുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് 3 മതി. വേറെ ഒരു മസാലയും വേണ്ട. വേറെ ഒരു രീതിയിലുള്ള മസാലകളൊന്നും വേണ്ടേ ഇതിന്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നെയ്ക്കകത്ത് കിടന്ന് വഴറ്റണം. കണ്ടില്ലേ, നല്ലപോലെ വഴറ്റണം. വഴറ്റി കഴിയുമ്പം നമുക്ക് അടുത്ത ഞാൻ പിന്നെ 3 ഗ്ലാസ് അരി, ഞാൻ പറഞ്ഞില്ലേ 3 ഗ്ലാസ് അരി കുതിർക്കാൻ വെച്ചത്, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ആ 3 ഗ്ലാസ് അരിക്ക് ഞാൻ അതിന് കണക്ക് 6 ഗ്ലാസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയതാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചി. അത് ഞാൻ ഇപ്പോഴിട്ടത്, കുഴപ്പമില്ല, അതിൻ്റെ കൂടെ നല്ലപോലെ ഇതായിക്കോളും. ആദ്യം ഉള്ളി ഇടുമ്പോൾ ഇടേണ്ടതായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ. നമ്മൾ ആ നെയ്യ് ഇച്ചിരി കൂടെ ഒഴിച്ച് നമുക്കതങ്ങ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് മസാല നല്ലപോലെ ആ മുട്ടയിലും പിടിക്കണം, ഉള്ളിയിലും എല്ലാം നല്ല ഒന്ന് പെരണ്ടിരുന്നിട്ട് വേണം നമുക്ക് അടുത്തത്. അരി വെച്ചിട്ടുണ്ട്, ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മണമാണ് ഇതിന്. അപ്പം നമ്മുടെ അരി കുതിർക്കാൻ വെച്ചത് ഊറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് 3 ഗ്ലാസ് ബസുമതി ചാവലാണ്, മണമുള്ള നല്ല മണമാണ് അതിന് അരിക്ക്. അപ്പോൾ ആ അരി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ അപ്പോൾ പകുതി കുതിർന്ന് കഴിയുമ്പോൾ പകുതി വേവ് കഴിഞ്ഞെന്നുള്ള എന്നുവെച്ചാൽ നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അത് വെന്തും കിട്ടും. അല്ലാണ്ട് നമ്മൾ ഉടനെ ഒരു അരി ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇത്തിരി സമയം കൂടെ എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒരു തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും.
അതുപോലെ ഇളക്കിയിട്ട് അതിന് വേണ്ട വെള്ളം എടുക്കാനായി ഇത്തിരി താമസമായിപ്പോയി. വെള്ളം എടുത്തു വെച്ചത് ആ പിള്ളേർ അതങ്ങ് എടുത്തിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് വെള്ളം എടുത്തു. അതാ താമസം വന്നത്, ഒരു ഗ്യാപ്പ് വന്നത് അതുകൊണ്ടാണ്. 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. 5 ഗ്ലാസ് വെള്ളം. നമ്മൾ 6 ഗ്ലാസ് വെള്ളവും സാധാരണ ഒഴിക്കാറില്ല. പക്ഷെ ഞാൻ കുക്കറിലാണെങ്കിൽ നമുക്ക് ഉടനെ അരി വെച്ചാണെങ്കിൽ നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഇത് കുതിർന്ന് വെക്കുന്നതുകൊണ്ട് നമ്മൾ അത് 1 ഗ്ലാസ് കുറച്ചിട്ടാൽ നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി മല്ലിയില ഇട്ട് നമ്മളൊന്ന് ഇളക്കി, ഇത്തിരി ഉപ്പ് പോരാൻ തോന്നും, ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യുന്നത് പിന്നെ ആയാലും മതി. ഉപ്പ് പോരാ, ചുമ്മാ ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കിയതാണ്, കൈകൊണ്ട് നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് അടച്ച് നന്നായിട്ട് വെച്ച് കഴിയുമ്പോൾ അത് നല്ല കൂടി ഒന്നടച്ച് നല്ല ഫ്ലെയിമിൽ വെക്കണേ. അപ്പം നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഒരു തിളച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ പകുതി വെന്ത് കിട്ടും. അപ്പം ഒരു 5 മിനിറ്റ് അത് കിടന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കുമ്പോൾ ഏകദേശം തിളച്ച് ഇതായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഉണങ്ങിയ നാരങ്ങ ബിരിയാണിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ മണവും അതിൻ്റെ ഒരു പുളിരസവും അതെല്ലാം ബിരിയാണിയിലോട്ട് അങ്ങോട്ട് ചേരും. അപ്പോൾ അതൊരു നല്ലതാണ്. എനിക്കതും ഞാൻ ബിരിയാണി റൈസ് ഉണ്ടാക്കിയപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ ഒന്ന് ഈ വാങ്ങിച്ചിടവി നല്ലതാണ്, അതിനൊരു ടേസ്റ്റും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇട്ടോ. കണ്ടില്ലേ, നാരങ്ങ ഉണങ്ങിയ നാരങ്ങ അപ്പോൾ പകുതി വെന്തു. ഇനിയും ഗാർണിഷിങ് കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്ത ഇതിൽ അടച്ച് വെച്ച് നമ്മൾ പിന്നെ അടുത്ത് നോക്കി ഒരു 2 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കൊണ്ട് അത് റെഡിയാകും. 2 മിനിറ്റ് എടുക്കത്തില്ല. അപ്പോൾ അത് അത്രയും ഗാർണിഷ് ചെയ്തിട്ട് നമ്മൾ അത് വീണ്ടും അടച്ച് ദം ചെയ്യുന്ന പോലെ ഒന്ന് വെച്ചേക്കണം. സിമ്മിൽ വെച്ചേക്കണം, അല്ലാണ്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. കണ്ടോ, അതൊന്ന് 1 മിനിറ്റ് ആയില്ല, അപ്പോഴത്തേനും അത് ചോറായി. കണ്ടില്ലേ ചോറായിട്ട് വന്നത്. നമുക്ക് അധികം സമയം എടുക്കത്തില്ല ഇങ്ങനെ ആകാൻ. ഇനി ഇത് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കാൻ കഴിയില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറും മുട്ടയായിട്ട് വെവ്വേറെയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ബിരിയാണി കണ്ടില്ല, നല്ല റെഡി ആയില്ലേ. അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ എൻ്റെ കൊച്ചുമോള് വന്നിരിക്കുക. ആ നല്ല മണം ഉണ്ടല്ലോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊതി മണം പറഞ്ഞ് എൻ്റെ ബിരിയാണി ഇതാക്കല്ലേ. അപ്പോൾ അതിന് ടേസ്റ്റ് നോക്കാൻ വന്നിരിക്കുക. അപ്പം സൂപ്പറാന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് പരുവമായി എൻ്റെ ബിരിയാണി. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നമ്മൾ. ഇങ്ങനെ പാത്രത്തിൽ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചോറ് നികന്ന് നമുക്ക് റൈസ് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഇത്തിരി ഒരു നെയ്യും കൂടെ ഒഴിക്കാമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതിനൊരു മണമൊക്കെ, നെയ്യുടെ മണവും ഇപ്പോൾ ആ നാരങ്ങയുടെ ഒരു മണമുണ്ട്. ഈ ഉണങ്ങിയ നാരങ്ങ മണപ്പിച്ച് നോക്കി, നല്ല മണം അതിന്. അപ്പം അതിൻ്റെ മണം എല്ലാം ഉണ്ട്. അപ്പം ഇനി നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന മാതിരിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുമെങ്കിലും എൻ്റെ ഇത് ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ബിരിയാണി, എഗ്ഗ് ബിരിയാണി കാണണേ. അപ്പം അതൊരു ഇതാ കണ്ടില്ലേ, ചോറ് കണ്ടില്ലേ, ദം പോലെ നമ്മൾ അടച്ച് വെച്ചപ്പോഴത്തേനും പെട്ടെന്ന് ആവിയിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം പറ്റും. അപ്പോൾ എൻ്റെ എഗ്ഗ് ബിരിയാണി കണ്ടില്ലേ, ഇളക്കി മറിച്ച് എടുക്കുന്ന കണ്ടില്ലേ. മുട്ടയാണ്, ഒരു ശകലം ഉടഞ്ഞിട്ടില്ല. കണ്ടില്ലേ എത്ര പ്രാവശ്യം ഞാനിട്ട് കുഴച്ചാലും ആ മുട്ട അതുപോലെ ഇരിക്കും. കണ്ടില്ലേ. അപ്പോൾ എൻ്റെ ഈ ബിരിയാണി, എഗ്ഗ് ബിരിയാണി നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് കേട്ടോ. മടി വിചാരിക്കില്ല, ഇത് പോട്ടെ, എൻ്റെ ഫ്രണ്ടിന് ഒരു സബ്സ്ക്രൈബ് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുക.
അപ്പം എൻ്റെ ഈ എഗ്ഗ് ബിരിയാണി എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിത് മൊത്തം കണ്ടിട്ട് വേണേ എൻ്റെ ഒരാഗ്രഹമാണ് നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോ ചിലപ്പം ബോറടിക്കുമായിരിക്കും, എന്നാലും ആ ഇതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഞാനിപ്പോൾ ചൂണ്ടുവിരൽ കാണിച്ചത്. അതാരും മറക്കല്ലേ. അപ്പോൾ എൻ്റെ എഗ്ഗ് ബിരിയാണി എങ്ങനെയുണ്ടോ നിങ്ങളെല്ലാം നോക്ക്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. എല്ലാവരും കണ്ടിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനി ഒരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി കുറച്ച് മീൻ പരിപാടി ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബിരിയാണി എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്. ബൈ.